പലതും കൂടിച്ചേരുമ്പോഴാണ് ഒരു കല ജനിക്കുന്നത്. രണ്ട് കലകൾ തമ്മിൽ സമന്വയിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യത്തിന് അതിനൊരു മൗലികതയുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒരു ഫ്യൂഷൻ ഡാൻസിൻ്റെ വിശേഷങ്ങളാണ് ഇനി സെൻട്രൽ മാഗസിൻ പറയാൻ പോകുന്നത്. കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും കലാരൂപങ്ങൾ ഒന്നായപ്പോൾ കാണികളുടെ മനസ്സിൽ ഒരു പുതുമ ഉണർന്നു. കേരളത്തിലെ യുവനർത്തകിയും കൊറിയോഗ്രാഫറുമായ സാരംഗി ശ്യാമും സംഘവും അവതരിപ്പിച്ച MJ ക്ലാസിക്കൽ ഫ്യൂഷൻ ഡാൻസിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമാണ്. കമ്മ്യൂണിറ്റിയിലെ ഡാൻസേഴ്സ് ആണ് നമ്മളെല്ലാവരും. അപ്പം ഇതിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ പല പല ടീംസിലെ ആൾക്കാരാണ്. നമ്മൾ ഔട്ട് ഓഫ് ആ പാഷന്റെ പുറത്തുള്ള ഒരു ഇത് കാരണം നമ്മൾ ഇതേപോലെ ഞാനോ അല്ലെങ്കിൽ വേറെ ആരോ എന്തെങ്കിലും കോൺസെപ്റ്റ്സോ ഐഡിയാസോ ആയിട്ട് വരുമ്പോൾ വി ഓൾ കം ടുഗെദർ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും, വീഡിയോസ് എടുക്കും, പെർഫോം ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഇത്രയും നാളും ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ ഇതിനകം 9 മില്യൺ കാഴ്ചകൾ പിന്നിട്ടു. ലോകപ്രശസ്ത പോപ്പ് ഐക്കൺ മൈക്കിൾ ജാക്സന്റെ സിഗ്നേച്ചർ സ്റ്റൈലും നമ്മുടെ ശാസ്ത്രീയ നൃത്തഭാവങ്ങളും സമന്വയിപ്പിച്ച കലാപ്രകടനം ഉദ്ദേശിച്ചതിനേക്കാൾ വേഗതയിൽ ആസ്വാദകർ ഏറ്റെടുത്തു. പ്രതീക്ഷിച്ചതൊക്കെ നമ്മളെ അറിയാവുന്നവരിലെത്തുന്നതാണ്. പക്ഷെ ഇത് ഇന്ത്യയിൽ വിട്ട് ഇന്റർനാഷണലി ഒരു റെക്കഗ്നിഷൻ കിട്ടി എന്നുള്ളതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് എല്ലാവരും. ആൻഡ് പല പല MJ എന്നുള്ള ഒരു ഐക്കണിന്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ അതാണ്. പുള്ളി പല ആൾക്കാർ ഡിഫറെന്റ് കാസ്റ്റ് ആയിക്കോട്ടെ, റിലിജൻ ആയിക്കോട്ടെ, ജെൻഡർ, റേസ് എന്താണെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് മൈക്കിൾ ജാക്സൺ. ക്ലാസിക്കൽ ചുവടുകളിൽ കൃത്യതയും മൈക്കിൾ ജാക്സന്റെ ഊർജ്ജവും ഒത്തുചേർന്ന ഈ അവതരണം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയെടുത്തതാണെങ്കിലും ഇതിനു പിന്നിൽ വർഷങ്ങളുടെ പ്രയത്നവും പരിശീലനവുമുണ്ട്. വർഷങ്ങളായിട്ട് ട്രെയിൻ ചെയ്ത ഡാൻസേഴ്സ് ആണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 12+ ഇയേഴ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ട് എല്ലാവർക്കും. ആൻഡ് രണ്ട് സ്റ്റൈൽസിലും, അതായത് ക്ലാസിക്കൽ ഡാൻസ് ഫോംസിലും വെസ്റ്റേൺ ഫോംസിലും ഒക്കെ ട്രെയിൻഡ് ആണ്. അതുകൊണ്ടാണ് നമുക്കിത് ഫ്യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കൊറിയോ പീസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് 2 ദിവസത്തിലാണ്. അപ്പോൾ ഇത്രയും ഇയേഴ്സ് ഓഫ് ട്രെയിനിങ്ങിന്റെ ആ അക്യൂമുലേറ്റ് ചെയ്ത സ്കിൽസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ 2 ഡേയ്സിൽ ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ പറ്റിയത്. സംഘത്തിലെ എല്ലാ കലാകാരികളും കേരളത്തിലെ പെൺകുട്ടികളാണ്. സാരംഗിയെ കൂടാതെ ലക്ഷ്മി ഷാജി, സമീക്ഷ, ചൈതന്യ, ഗൗതമി അരവിന്ദ്, ദിൽസന സുനിൽ, മൃദുല മേനോൻ എന്നിവരാണ് സംഘത്തിലുള്ളത്. ഇവിടെ വ്യത്യസ്തമായ കലാരൂപങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അത് വെറുമൊരു കൂട്ടിച്ചേർക്കലിനപ്പുറം പുതിയൊരു തലം സൃഷ്ടിക്കുന്നതിലേക്കുള്ള ചുവടുവെപ്പായി. ഞങ്ങൾ എല്ലാവരും നേരത്തെ തൊട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് സ്ട്രീറ്റ് ഓ ക്ലാസിക്കൽ എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ. വിച്ച് ഇസ് നത്തിങ്, നമ്മുടെ സ്ട്രീറ്റ് സ്റ്റൈൽസിന്റെയും ക്ലാസിക്കൽ ഡാൻസ് ഫോംസിന്റെ ഒരു ഫ്യൂഷനാണ്. അതായത് ഹിപ്പ് ഹോപ്പും ഭരതനാട്യം കൂടെ ഫ്യൂഷൻ, അല്ലെങ്കിൽ ലോക്കിംഗ്, മോഹിനിയാട്ടം, അങ്ങനെ നമ്മൾ പല പല സ്റ്റൈൽസ് യൂസ് ചെയ്ത് ഫ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയൊരു സ്റ്റിൽ ഡെവലപ്പിംഗ് ഒരു സ്റ്റൈലാണ് സ്ട്രീറ്റ് ഓ ക്ലാസിക്കൽ. ഈ വീഡിയോയെ വേറിട്ടതാക്കിയത് നൃത്തം മാത്രമല്ല, കോസ്റ്റ്യൂം ഡിസൈനും കൂടിയാണ്. ഭാരതീയ പൈതൃകങ്ങളെ അപമാനിക്കാതെ പടിഞ്ഞാറിന്റെ തനിമ കൊണ്ടുവരാനുള്ള ശ്രമം. ഡാൻസിലൂടെ അല്ലാതെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഓഡിയൻസിനെ ഹുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റുന്നത് നമ്മൾ ആ വിഷ്വലി നമ്മൾ എങ്ങനെ അതിനെ ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളൊരു സാധനം. അപ്പൊ കോസ്റ്റ്യൂമിൽ തന്നെ അത് ഫ്യൂഷൻ ആണെന്ന് വളരെ എവിഡന്റ് ആയിരിക്കണം എന്ന് ഞാൻ കുറച്ച് പെർട്ടിക്കുലർ ആയിരുന്നു. അപ്പോൾ നമുക്ക് മൈക്കിൾ ജാക്സന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ വേൾഡ് ഫേമസ് ഒരു കാര്യമാണ്, എല്ലാവരും ഭയങ്കരമായിട്ട് അക്ലെയിം ചെയ്യുന്ന ഒരു ഇതാ. അപ്പം പുള്ളിയുടെ ഒരു ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളും അത്രയും എഫേർട്ട് ഇട്ട് ആലോചിച്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇവിടെ ഉപയോഗിച്ചത് പൂർണ്ണമായ ഭരതനാട്യം വേഷമല്ല, പൂർണ്ണമായ വെസ്റ്റേൺ വേഷവുമല്ല. 2 ലോകങ്ങളുടെ കലാസംഗമം പോലെ രൂപകൽപ്പന ചെയ്ത ഫ്യൂഷൻ വേഷം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. വീഡിയോയ്ക്ക് താഴെയുള്ള ഭൂരിഭാഗം കമന്റുകളും ഇതിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷൂസ് ഒക്കെ മാറ്റി സോക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത്, ഭരതനാട്യം എന്ന് പറഞ്ഞ ഒരു സ്റ്റൈൽ നമ്മൾ കളിക്കുമ്പോൾ അത് ഷൂസ് ഇടാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി വരുന്നത്. സോ പക്ഷെ MJ എന്ന് പറയുമ്പോൾ അയാളുടെ സ്റ്റാൻഡേർഡ് ഒരു പുള്ളിക്കാരുടെ സ്റ്റാൻഡേർഡ് ആണ് ഷൂസ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതിനു വേണ്ടി വൈറ്റ് സോക്സ്, അതിന്റെ മേലെ നോ ഷോ സോക്സിന്റെ ബ്ലാക്ക്, ആ ഒരു രീതിയൊക്കെ എടുത്തിട്ടാണ്.
മലയാള സിനിമാ രംഗത്ത് നടിയായും ശ്രദ്ധ നേടിയ സാരംഗി ശ്യാം ഇപ്പോൾ നൃത്തത്തിലൂടെ മൈക്കിൾ ജാക്സന്റെ ആത്മാവിനെ ഭാരതീയ സംസ്കാരത്തിലൂടെ യോജിപ്പിക്കുന്നു. ഓരോ ചുവടിലും ശാസ്ത്രീയ നൃത്തത്തിന്റെ കൃത്യതയും MJയുടെ പ്രകടന ശൈലിയുടെ ശക്തിയും ചേർന്ന ഈ ഫ്യൂഷൻ പ്രകടനം പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. നമ്മൾ കുറെ ആദ്യം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കുറച്ച് ഇതായിരുന്നു, കാര്യം അത്രയ്ക്ക് ടഫായിരുന്നു. പക്ഷെ നൈസ് കിഡിലെ സാധനമായിരുന്നു. പക്ഷെ ഭയങ്കര നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി ആസ്വാദകരെ സൃഷ്ടിക്കുന്ന കേരളത്തിലെ യുവ കലാകാരികൾക്ക് ഈ വീഡിയോ വലിയ പ്രചോദനമായി. പിന്നെ യൂഷ്വലി നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഡാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അത് ശ്രദ്ധിക്കുന്നത് കുറച്ചും കൂടി കോമൺ ആണ്. പക്ഷെ ഇത് ജനറൽ ഓഡിയൻസിലേക്കും വീഡിയോ നല്ലോണം റീച്ച് ആയിരുന്നു. മേജർ റീസൺ ചിലപ്പോൾ മൈക്കിൾ ജാക്സന്റെ പാട്ടും ഓറയൊക്കെ കൊണ്ടായിരിക്കും. പരമ്പരാഗതമായ ചട്ടക്കൂടുകൾ ഒന്നിളക്കി പ്രതിഷ്ഠിക്കുന്ന സൗന്ദര്യാത്മക അനുഭവം ഭാവിയിൽ കലയുടെ ഒരു മുഖമായി മാറിയേക്കാം. വരും തലമുറകൾക്ക് പുതിയൊരു ദൃശ്യഭാഷ സമ്മാനിക്കാൻ ഇത്തരം ഫ്യൂഷനുകൾക്ക് കഴിയും. ഈ വീഡിയോന് ശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ആൻഡ് ഉറപ്പായിട്ടും ഫ്യൂഷൻ പ്രോജക്ട്സ് ഇനിയും ഉണ്ടാവും. ആൻഡ് സിനിമയുമായിട്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ആക്ടിങ് എന്ന് പറയുന്നത് ഡാൻസിന്റെ തന്നെ ഏറ്റവും ഒരു മേജർ ആസ്പെക്ട് തന്നെയാണ്. സോ അത് രണ്ടും കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ടും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പഴയ തലമുറയുടെ ഓർമ്മകളെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാനും അങ്ങനെ പാരമ്പര്യം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനും ഇത്തരം ശ്രമങ്ങൾ സഹായിക്കുന്നു. കൂടാതെ കലയുടെ കൈവഴികൾ വഴി ലോകങ്ങൾ ഒത്തുചേരുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.